പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ പത്രിക സമർപ്പിച്ചു. ഗംഗാപൂജയ്ക്കും കാലഭൈരവ ക്ഷേത്ര ദർശനത്തിനും ശേഷമാണ് പ്രധാനമന്ത്രി പത്രികാ സമർപ്പണത്തിനെത്തിയത്. കേന്ദ്രമന്ത്രിമാരും 12 BJP മുഖ്യമന്ത്രിമാരും പത്രികാ സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ഒപ്പം ചേരുന്നു. ഗൗതം, ഇന്നൊരു പകൽ എല്ലാ ശ്രദ്ധയും നരേന്ദ്രമോദിയിലേക്കായിരുന്നു. അദ്ദേഹം ഗംഗാപൂജ നടത്തുന്നു, കാലഭൈരവ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുന്നു, പത്രികാ സമർപ്പണം. അതാകട്ടെ 12 മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ. വാരാണസിയിൽ ആവേശം എത്രത്തോളം? കൃഷ്ണരാജ്, വലിയ ഉത്സവാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇന്നലെ ഉച്ചതിരിഞ്ഞ് കാശിയിലെത്തിയ അദ്ദേഹം, നമുക്കറിയാം, ഇന്നലെ തന്നെ ഒരു പടുകൂറ്റൻ റോഡ് ഷോ ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു ഈ ഒരു പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി. അതിനുശേഷം ഇന്ന് രാവിലെ ഗംഗാപൂജ നടത്തി. ഇന്നിപ്പോൾ ഗംഗാ ജയന്തി എന്ന രീതിയിലുള്ള ആഘോഷം ഇന്നത്തെ ദിവസം ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുകയാണ്. അതിന്റെ ഭാഗമായി ഗംഗാപൂജ നടത്തുന്നു. അതിനുശേഷമാണ് പിന്നീട് അതിപുരാതനമായ കാൽ ഭൈരവ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ദർശനം നടത്തിയത്. ഈ ദർശനത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി പ്രധാനമന്ത്രി കളക്ടറേറ്റിലേക്ക് എത്തിയത്. അദ്ദേഹം പത്രിക സമർപ്പിച്ച് ഇപ്പോൾ മടങ്ങിയിരിക്കുന്നു. ഇനിയും BJPയുടെ ഒരു കാര്യകർത്താക്കളുടെ യോഗത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കും. അതൊരു വലിയ പൊതുസമ്മേളനമല്ല, മറിച്ച് തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം നൽകുന്ന ഒരു സമ്മേളനമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുകയാണ്. 2 ദിവസത്തെ കാശി സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി എത്തിയത്. ഒരുപക്ഷെ ഇനി അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടേക്ക് എത്താനുള്ള സാധ്യതയില്ല. നമുക്കറിയാം, ഈ മണ്ഡലത്തിൽ പ്രധാനമന്ത്രിക്ക് അങ്ങനെ വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇല്ലാതെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ കാശിയിൽ നിന്നും നരേന്ദ്രമോദി വിജയിച്ച് കയറും എന്നതൊരു വസ്തുതയാണ്. അതിനാൽ അദ്ദേഹത്തിന് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതിനാൽ അധികം സമയം പ്രചരണത്തിനായി അദ്ദേഹം ഇവിടെ ചെലവഴിക്കാറില്ല. മുൻപും മറ്റ് വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനും ഇവിടുത്തെ ജനങ്ങളോട് സമ്പർക്കം ചെയ്യാനുമായി മാത്രമാണ് അദ്ദേഹം ഈ മണ്ഡലത്തിലേക്ക് എത്താറുള്ളത്. അല്ലാതെ ഒരു പാർട്ടി പരിപാടികൾ നടത്തുന്നതിനായി പലപ്പോഴും ഇവിടേക്ക് വരാറില്ല. എന്തായാലും റോഡ് ഷോയ്ക്ക് ശേഷം ഇന്നിപ്പോൾ BJP യോഗം, അതോടുകൂടി ഈ 2 ദിവസത്തെ കാശി സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി ഇവിടെ നിന്ന് മടങ്ങും. കൃഷ്ണരാജ്. ശരി ഗൗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ പത്രിക സമർപ്പിച്ചു. വലിയ ജനക്കൂട്ടമായിരുന്നു അദ്ദേഹത്തെ അവിടെ സ്വീകരിച്ചത്. 12 മുഖ്യമന്ത്രിമാർ പത്രികാ സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്തു. അദ്ദേഹം മറ്റിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ഇനി പോവുകയാണ്. ഇപ്പോൾ BJPയുടെ കാര്യകർത്താക്കളുടെ യോഗം അവിടെ ചേരുന്നുണ്ട്. അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.